Mark your our 9th portion, safety habits. In our previous class, we were discussing what are the safety rules we should follow at home. Okay. Which are the safety rules we follow at home? Do not play with sharp objects such as Miss ചോദിക്കാം. Okay. ആരൊക്കെ പഠിച്ചിട്ടുണ്ട് നോക്കട്ടെ. Godwin, ഒരു point പറഞ്ഞേ Godwin. Safety rules we should follow at our home. Do not play with sharp objects such as knives, play and scissors. Okay, fine. Do not play with the sharp objects such as knives, blades and scissors. Okay, never play with the sharp object like this. Which are the sharp objects? Knives, blades and scissors. Katti, katrika, blade. Ingane sharp object kondu kalikkarudhu. Endeyum? We may hurt, alle? Namukku endeyam hurt cheyanulla sadhyadayundu. So never play with. Do not play with the sharp objects like knives, blades and scissors. Okay. And the second point, Hassan. What is the second point? Another point, Hassan. Where point edana Hassan? Do not play with candles. Matchbox and gas stove. Okay. Do not play with candles, matchboxes and gas stoves. Okay. Never play with the candles, matchbox and the gas stoves. എന്ത് ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ഗ്യാസ് സ്റ്റൗ, തീപ്പെട്ടി, മെഴുകുതിരി, ഇങ്ങനെ തീ കൊണ്ടുള്ള സാധനങ്ങൾ അല്ലേ, അതുകൊണ്ടൊന്നും കളിക്കരുത് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യും? കളിച്ചാല് നമുക്ക് പൊള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടും മാച്ച് ബോക്സ് കൊണ്ടും കാൻഡിൽസ് കൊണ്ടും ഗ്യാസ് സ്റ്റവ് ഒന്നും കൊണ്ട് നമ്മൾ കളിക്കരുത് എന്നാണ് പറയുന്നത്. Then next one എന്താണ്? Hessa, what is the next point, Hessa? Hessa, okay. Okay, I can't hear you. Listen here. Do not play with electrical points, plugs, wires and iron. Okay, never play with the electrical points. Okay, never play with the electrical points. എന്താണ് നമ്മൾ ഈ electrical points-ലും പിന്നെ എന്ത് ചെയ്യരുത്? വയറും പ്ലഗിലും ഒന്നും കൊണ്ടുപോയി കൈയിടുകയോ കളിക്കുകയോ ഒന്നും ചെയ്യരുത് അല്ലേ? കുറെ പേരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ? പ്ലഗില് ഏതെങ്കിലും വയറൊക്കെ എടുത്ത് കണക്ട് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ? അതൊന്നും ചെയ്യരുത് അല്ലേ? എപ്പോഴും എന്ത് ചെയ്യാ? പാരന്റ്സിനോട് പറയാ, നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലേ? പാരന്റ്സിന്റെ പ്രസൻസ് ഇല്ലാതെ നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ പോയിന്റ്സിലൊന്നും പോയിട്ട് കളിക്കുകയും തൊടുകയും ഒന്നും ചെയ്യരുത്. കറണ്ട് ഒക്കെ എന്താണ്, നമുക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അല്ലേ? വല്ല ഷോക്ക് ഏൽക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡ് മതി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള നമ്മുടെ ലൈഫിന് തന്നെ അപകടം സംഭവിക്കുന്ന രീതിയിൽ പലതും സംഭവിക്കും അല്ലേ? അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒന്നും കൊണ്ട് ഒരിക്കലും ഇലക്ട്രിക്കൽ പോയിന്റ്സുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കളിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്. Okay, Shan, next point. Do not spill water on the floor. Yes, do not spill water on the floor. തറയില് എന്ത് ചെയ്യരുത്? വെള്ളം ഒന്നും ഒഴിക്കോ മറിക്കോ ഒന്നും ചെയ്യരുത് അല്ലേ? കാരണം എന്താണ്? നമ്മള് സ്ലിപ്പ് ആവും അല്ലേ?
നമ്മുടെ ഫ്ലോറിൽ വെള്ളമൊക്കെ മറിഞ്ഞ് അങ്ങനെ കിടക്കുകയാണെങ്കിൽ സ്ലിപ്പ് ആയിട്ടൊക്കെ വീണ് അപകടങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഡു നോട്ട് സ്പിൽ വാട്ടർ ഓൺ ദ ഫ്ലോർ. തറയിൽ വെള്ളം ഒഴിക്കുകയും മറച്ചിട്ടൊന്നും കളിക്കരുത്. അതൊക്കെ നമ്മൾ കെയർ ചെയ്യണം അല്ലേ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞേ ആഫ്രിൻ. Put away your books and toys after using them. Okay. Put away your books and toys after using them. എപ്പോഴും ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലേ. നിങ്ങൾ ചിലപ്പോ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടോയ്സും പിന്നെ എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുക്സ് ഒക്കെ എവിടെ ഇടും? തറയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ പോകും അല്ലെ. ചിലപ്പോൾ ടോയ്സ് ഒക്കെ എവിടെ ഉണ്ടാവും? ഫ്ലോറിൽ നിരത്തിയിട്ടുണ്ടാവും. ബുക്സ് ഒക്കെ അവിടെ ഇവിടെയും കളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. എടുത്തു വെക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യും? നമ്മൾ ടോയ്സ് ഒക്കെ തറയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ തട്ടിമറിഞ്ഞ് വീഴും അല്ലെ. ബുക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ സ്ലിപ്പായിട്ടോ തട്ടിമറിഞ്ഞിട്ടൊക്കെ വീഴും. അതുകൊണ്ട് എന്ത് ചെയ്യാ? പുട്ട് അവേ യുവർ ബുക്സ് ആൻഡ് ടോയ്സ് ആഫ്റ്റർ യൂസിങ് ദം. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ എന്ത് ചെയ്യാ? വൃത്തിയിൽ എടുത്തു വെക്കുക. The next point. Okay, Kashinath. Next point. If you get hurt, inform your parents. Yes, if you get hurt, inform your parents. നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാലോ വേദന പറ്റിയാലോ എന്ത് ചെയ്യുക? ഇൻഫോം യുവർ പാരന്റ്സ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡൽട്ടിനെ, നിങ്ങളുടെ പാരന്റ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേദന ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ വീണ് കഴിയോ ഒക്കെ ചെയ്താലല്ലേ ചിലപ്പോ എന്താണ് നമ്മൾ നന്നായിട്ടൊക്കെ ചിലപ്പോ എവിടെയെങ്കിലും തലയിടിച്ചൊക്കെ വീഴാം അല്ലെ. നമ്മൾ ഓടുകയും ചാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വീണ് കഴിയുമ്പോ ആ ടൈമിൽ ചിലപ്പോ നമ്മൾക്കൊന്നും തോന്നില്ല. ചിലപ്പോ ചെറിയ എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മുടെ പാരന്റ്സിനോട് പറയില്ല അല്ലെ. ഞാൻ ഇങ്ങനെ വീണിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും പരുക്ക് പറ്റി എന്നുള്ളത് എന്ത് ചെയ്യില്ല? പാരന്റ്സിനോട് പറയില്ല. പക്ഷെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? പാരന്റ്സിനെ അറിയിക്കുക അല്ലെ. ചിലപ്പോ മുറിവുകൾ ഇല്ലെങ്കിലും ചില പരുക്കുകളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് അല്ലെ. മുറിഞ്ഞ് ബ്ലഡ് വരണം, ബ്ലീഡിങ് ഉണ്ടാവണം എന്നൊന്നുമില്ല. എന്നാലും എന്ത് ചെയ്യാ? ചിലപ്പോ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇൻഫോം യുവർ പാരന്റ്സ്. ഓക്കെ. Then next, what are the safety at play while we are playing in the playground? Okay, so listen here. Second one ആണ് കാര്യങ്ങൾ അല്ലേ. Never safety at play such as park, Miss, ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഉണ്ട് അല്ലേ. അപ്പൊ മിസ്സിന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. Yes, Miss, ഇപ്പൊ കേൾക്കാം. Yes, okay, fine. Then സേഫ്റ്റി അറ്റ് പ്ലേ അല്ലെ. കളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലേ ഇൻ എ സേഫ് പ്ലേസ് സച്ച് ആസ് പാർക്ക്. നെവർ പ്ലേ ഓൺ ദ റോഡ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താ പോയിന്റ് എന്ന്? എന്താണ്? നമ്മൾ എപ്പോഴും കളിക്കുമ്പോ പാർക്കിലൊക്കെ പോയി കളിക്കുക, അല്ലാതെ റോഡിന്റെ മുകളിലും റോഡ് സൈഡിലും അങ്ങനെ അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് കളിക്കരുത്. ഓൾവേസ് പ്ലേ ഇൻ എ സേഫ് പ്ലേസ് സച്ച് ആസ് പാർക്ക്. പാർക്ക് പോലെയുള്ള അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടോ അങ്ങനെയുള്ള പ്ലേസസിൽ പോയിട്ട് കളിക്കുക അല്ലെ. Then
second point, do not play behind parked vehicles. നിർത്തിയിട്ടിരിക്കുന്ന പാർക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യരുത്, കളിക്കരുത് അല്ലെ. ചിലപ്പോ എന്ത് ചെയ്യാം, നമ്മൾ അവിടുന്ന് കളിക്കുമ്പോഴോ മറ്റോ വണ്ടി സ്റ്റാർട്ട് ചെയ്യോ പോവോ വരുവോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഈ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികളുടെ അടിയിലും അതിന്റെ ഉള്ളിലും അതിന്റെ സൈഡിലും ഒന്നും കയറി കളിക്കരുത് അല്ലെ. അപ്പൊ അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെയും ചെയ്യരുത്. ഡു നോട്ട് പ്ലേ ബിഹൈൻഡ് പാർക്ക്ഡ് വെഹിക്കിൾസ്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെ അകത്തും പുറത്തും ഒന്നും കയറി അതിനെ ചുറ്റിപ്പറ്റി കളിക്കരുത് എന്നാണ് പറയുന്നത്. Then third point, do not push or pull others while playing. If you are playing in a playground, never push or pull others while others. Okay. Then എന്താണ്, do not push or pull others. നമ്മൾ കളിക്കുമ്പോൾ മറ്റുള്ളവരെ ഉന്തുകയും തള്ളുകയും വലിക്കുകയും ഒന്നും ചെയ്യരുത് എന്നാണ് പറയുന്നത് അല്ലെ. എന്ത് ചെയ്യാ, നമ്മളിപ്പോ എവിടെയെങ്കിലും കളിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം, നമ്മുടെ ചാൻസിന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം. മറ്റുള്ളവരെ ഉന്തിയും തള്ളിയും വലിച്ചും ഒന്നും നമ്മൾ കളിക്കാൻ വേണ്ടി പാടില്ല. അതും അപകടങ്ങൾ ഉണ്ടാക്കും അല്ലെ. മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് കളിക്കാനൊന്നും വേണ്ടി പാടില്ല. പ്ലേ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ കുറെ മാനേഴ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളൊരു സ്വിങ്ങിലോ മറ്റോ കളിക്കുകയാണ് എങ്കില്, അല്ലെങ്കിൽ ഒരു സ്ലൈഡിലാണെങ്കിൽ ചിലപ്പോ കുറെ ആൾക്കാരുണ്ടാവും കളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് ഞാൻ ആദ്യം കളിക്കുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. എന്ത് ചെയ്യാ, നമ്മള് കളിക്കുമ്പോ നമ്മുടെ ചാൻസിന് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഓരോരുത്തരായിട്ട് സാവധാനം കളിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. Then fourth point, wait for your turn on swing and slide. മിസ് ഇപ്പൊ പറഞ്ഞ തന്നെയാണ്. എന്താണ് wait for your turn? നമ്മുടെ ടേണിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാം. wait for your turn on swings and slides. സ്വിങ്ങിലും സ്ലൈഡിലും കളിക്കുന്ന സമയത്ത് നമ്മുടെ ചാൻസിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുക. മറ്റുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിലൊന്നും പോയിട്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ കളിക്കുന്നേ എന്നൊന്ന് പറഞ്ഞിട്ട് ചാടിക്കേറി ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. നമ്മുടെ ചാൻസിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് മാത്രം കളിക്കുക. Then safety on the road. What are the safety rules we want to follow on the road? വീണ്ടും കേൾക്കാതായോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയി? ഓക്കെ ഓക്കെ. Then listen. Safety on the road. Okay. And what are the safety rules we should follow on the road is our third subtitle. Okay, first one is safety at home, and second one safety at play, and the third one is safety on the road. So the first point is always follow the traffic light. Okay, always follow the traffic light. എന്താണ് നമ്മുടെ തിരക്കുള്ള ടൗണില് തിരക്കുള്ള റോഡിൽ എന്തുണ്ടാവും? ട്രാഫിക് ലൈറ്റ് ഉണ്ടാവും അല്ലെ. ട്രാഫിക് ലൈറ്റിനെ കുറിച്ച് നമ്മൾ പോർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞല്ലോ. എന്താണ്? ഗ്രീൻ, റെഡ്, യെല്ലോ കളേഴ്സില് ഇങ്ങനെ ട്രാഫിക് ലൈറ്റ് ഉണ്ടാവും. ഗ്രീൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി പോണം. റെഡ് ആണെങ്കിൽ നിൽക്കണം. യെല്ലോ ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. സോ ഓൾവേസ് ഫോളോ ദീസ് ട്രാഫിക് റൂൾസ്. ഈ ട്രാഫിക് ലൈറ്റിനെ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക അല്ലെ. ചിലപ്പോ ട്രാഫിക് ലൈറ്റ് ഒന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ എന്താണ്? ചിലപ്പോ നമ്മൾ പോകുന്ന സമയത്ത് മറ്റുള്ള വണ്ടി വേറെ റോഡിൽ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ആക്സിഡന്റ് സംഭവിക്കും അല്ലെ. സോ ഓൾവേസ് ഫോളോ ദ ട്രാഫിക് ലൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, always walk on the footpath. If there is no footpath, walk on the safe side of the road. Okay, always walk on the footpath. എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ ഫുട്പാത്തിലെ കൂടെ തന്നെ നടക്കുക അല്ലെ. ഇഫ് there is no footpath, എല്ലാ റോഡുകൾക്കും ഫുട്പാത്ത് ഉണ്ടാകണം എന്നില്ല. മിക്കവാറും റോഡിന്റെ സൈഡിൽ കൂടെ എന്താണ് നടന്നു പോകുന്ന ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഫുട്പാത്ത് ഉണ്ടാവും അല്ലെ, റോഡ് സൈഡുകളിൽ. അഥവാ അവിടെ ഫുട്പാത്ത് ഇല്ലെങ്കിൽ സേഫ് സൈഡ് നോക്കി നമ്മൾ നടക്കുക അല്ലെ. ഫുട്പാത്തിലെ കൂടെ നടക്കുക, റോഡിന്റെ നടുവിൽ കയറിയോ
നടക്കരുത്. എപ്പോഴും ഫുട്പാത്തിൽ കൂടാണ് നടക്കേണ്ടത്. അവിടെ അഥവാ ഫുട്പാത്ത് ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, സേഫ് സൈഡ് നോക്കിയിട്ട് നടക്കുക എന്നുള്ളതാണ്. Then cross the road only at the zebra crossing. What is zebra cross? കണ്ടിട്ടുണ്ടോ zebra crossing? കണ്ടിട്ടുണ്ടല്ലോ. A white and black lines on the road is known as zebra crossing. Okay. So എന്തുകൊണ്ടാണ് അതിന് zebra cross എന്ന് പറയുന്നത്? സീബ്രയുടെ പോലെയാണ് അല്ലേ, അതിന്റെ ബോഡി കാണാൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. സോ ക്രോസ് ദി റോഡ് ഓൺലി അറ്റ് ദി zebra crossing. എപ്പോഴും എന്ത് ചെയ്യുക, റോഡ് ക്രോസ് ചെയ്യുമ്പോ zebra crossingൽ കൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. എല്ലാവരും തോന്നുന്ന വഴി അതിലെ ഇതിലെ കൂടെ ഒന്നും റോഡ് ക്രോസ് ചെയ്യരുത്. ഓൾവേസ് cross the road at zebra crossing. Okay. The next point, cross the road only when the light is green for you. എന്തിയാ, നമുക്ക് നടക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ വലിയ തിരക്കുള്ള ടൗണിലൊക്കെ എങ്ങനെയായിരിക്കും, സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ അവിടെ ട്രാഫിക് ലൈറ്റ് കൂടെ ഉണ്ടാവും. ട്രാഫിക് ലൈറ്റിൽ ഗ്രീൻ എന്നുള്ള ലൈറ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റോഡ് ക്രോസ് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ വലിയ തിരക്കുകൾ ഇല്ലാത്ത നമ്മുടെ ഈ ഏരിയയിലുള്ള റോഡുകളിലൊക്കെ ഇപ്പൊ പാടിച്ചാലോ ചെറുപുഴയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്രാഫിക് ലൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു, തിരക്കുകൾ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മൾ സീബ്ര ക്രോസിലൂടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വരുന്ന വാഹനം നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും അല്ലെ, നമ്മൾ നടന്നു പോകാൻ വേണ്ടി അവര് വെയിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ നല്ല തിരക്കുള്ള ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ട്രാഫിക് ലൈറ്റിൽ ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ മാത്രമേ റോഡിലെ കൂടെ നടക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം ഗ്രീൻ ലൈറ്റ് ആവുമ്പോ വെഹിക്കിൾസ് ഒക്കെ എന്താ ചെയ്യാ, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ വാഹനങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ ദൃശ്യ, ഗ്രീൻ ലൈറ്റ് കാണിക്കുമ്പോ വാഹനങ്ങൾ എന്ത് ചെയ്യും ദൃശ്യ? എന്താണ് പെട്ടെന്ന് പറഞ്ഞേ. ഗ്രീൻ ലൈറ്റ് ആവുമ്പോ വാഹനങ്ങളൊക്കെ പോവാണോ ചെയ്യാറ്? നോ. Then listen. എന്താണ് മോളെ സമജ്ന, ഗ്രീൻ ലൈറ്റ് ആവുമ്പോ വെഹിക്കിൾസ് ഒക്കെ എങ്ങോട്ട് പോകുന്ന നമ്മൾ പറഞ്ഞേ? യെസ്, വാഹനങ്ങൾ പോവല്ലേ. അപ്പൊ എന്ത് ചെയ്യും, സീബ്ര ക്രോസിൽ കൂടെ നമ്മൾ നടക്കുമ്പോ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, ഗ്രീൻ ലൈറ്റ് കാണിക്കും അല്ലേ. അപ്പൊ വാഹനങ്ങളൊക്കെ ഒഴിഞ്ഞ് എന്ത് ചെയ്യും, റോഡ് ക്ലിയർ ആവും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സീബ്ര ക്രോസ് വഴി നമുക്ക് ക്രോസ് ചെയ്യാം അല്ലെ, ഗ്രീൻ ലൈറ്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ബിഫോർ ക്രോസിംഗ് look to your right, then to your left and then to your right again. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളൊക്കെ ചെയ്യാറുണ്ടാവും അത്. എന്ത് ചെയ്യാ, ആദ്യം എന്ത് ചെയ്യാ, എങ്ങോട്ട് നോക്കുക, ലുക്ക് ടു യുവർ റൈറ്റ് സൈഡിലേക്ക് ആദ്യം നോക്കുക. നമ്മൾ ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വെഹിക്കിൾസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. ദെൻ എന്ത് ചെയ്യാ, വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, ഇടത് ഭാഗത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ അഗെയിൻ ലുക്ക് അറ്റ് യുവർ റൈറ്റ്, വീണ്ടും എങ്ങോട്ട് നോക്കുക, റൈറ്റിലേക്ക് തന്നെ നോക്കുക. എന്നിട്ട് വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ. എന്ന് വിചാരിച്ച് അവിടെ നോക്കിക്കൊണ്ടിരിക്കരുത്. നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റുമോ? ആദ്യം റൈറ്റിലേക്ക് നോക്കി, പിന്നെ ലെഫ്റ്റിലേക്ക് നോക്കി, വീണ്ടും റൈറ്റിൽ നോക്കി, ദെൻ അഗെയിൻ വീണ്ടും ലെഫ്റ്റിൽ നോക്കി. അങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ അവിടെ തന്നെ നോക്കി നിൽക്കേണ്ടി വരും അല്ലേ. എന്ത് ചെയ്യാ, ആദ്യം റൈറ്റ് നോക്കുക, പിന്നെ ലെഫ്റ്റ് നോക്കുക, പിന്നെ ഒന്നുകൂടെ റൈറ്റ് നോക്കിച്ച് പെട്ടെന്ന് ക്രോസ് ചെയ്യാം അല്ലേ. ഓക്കെ. ദെൻ നെവർ റൺ ഓൺ ദ റോഡ്, റോഡിലെ കൂടെ ഓടാൻ വേണ്ടി പാടില്ല. മീൻസ് വാഹനങ്ങൾ വരുമ്പോ പെട്ടെന്ന് ഓടിപ്പോരുത്. കാരണം വെഹിക്കിൾസിന് എന്താണ്, നമുക്ക് കാലുകൊണ്ടാണ് നമ്മൾ ഓടുന്നത് അല്ലെ. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി പറ്റും. പക്ഷെ വാഹനങ്ങൾക്ക് അങ്ങനെ പറ്റുമോ? ഇല്ല അല്ലേ. അവരിപ്പോ നമ്മൾ മുമ്പിൽ എത്തുകയാണെങ്കിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഒക്കെ ഇട്ട് നിർത്താൻ വേണ്ടി പറ്റും. എന്നാലും അതിനൊരു ലിമിറ്റേഷൻസ് ഇല്ലേ? ഉണ്ട്. പെട്ടെന്ന് വണ്ടിക്ക് അങ്ങനെ നിർത്താൻ, പെട്ടെന്ന് നമ്മൾ മുമ്പിൽ എത്തിക്കഴിയുമ്പോ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാല് നടക്കണം എന്നില്ല. അപ്പൊ നമ്മള് റോഡിൽ കൂടെ നമ്മള് ഓടിപ്പോകരുത്. നമ്മൾ എന്ത് ചെയ്യാ, പെട്ടെന്ന് നമ്മൾ ഓടി പോകുമ്പോ അല്ലെങ്കിൽ നടക്കുമ്പോ ഏതെങ്കിലും വെഹിക്കിൾസ് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നിൽക്കുക അല്ലേ, വണ്ടി നമ്മുടെ മുമ്പിലെ കൂടെ പുറകിലെ കൂടെ പോയിക്കോളും എന്ന് കരുതി നടു റോഡിൽ പോയിട്ട് നിൽക്കുകയും ചെയ്യരുത് കേട്ടോ. ഏതെങ്കിലും ഇൻ കേസ് അങ്ങനെ പെട്ടെന്ന് പോകുമ്പോ ഒരു വണ്ടിയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഓടാതെ നമ്മൾ അവിടെ എന്ത് ചെയ്യാ, കുറച്ചു നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോ എന്ത് ചെയ്യും, വണ്ടി നമ്മുടെ മുൻപിലെയോ പുറകിലെയോ പാസ് ചെയ്ത് അങ്ങ് പോയിക്കോളും അല്ലെ. പക്ഷെ നമ്മൾ ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യും, വാഹനം പെട്ടെന്ന് വരും, ആക്സിഡന്റ് സംഭവിക്കും എന്ന് വിചാരിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് കൺഫ്യൂഷനും ഉണ്ടാക്കരുത്. ചില ആളുകളുണ്ട് അങ്ങനെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവും, അപ്പൊ വണ്ടി വരുന്നുണ്ടാവും അല്ലെ. നമ്മളപ്പോ വിചാരിക്കും നിക്കണോ പോണോ എന്ന് കരുതി നമ്മൾ രണ്ട് സംശയത്തിൽ നിൽക്കും. ചിലപ്പോ നമ്മൾ പോവും, ചിലപ്പോ നിൽക്കും. അപ്പൊ ഡ്രൈവർമാർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ എന്താ ചെയ്യുന്നേ, ഇവര് ക്രോസ് ചെയ്യോ, അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, അപ്പോഴും ആക്സിഡന്റ് സംഭവിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, റോഡിൽ കൂടെ ഓടാതെ സേഫ് ആയിട്ട് വണ്ടിയൊക്കെ വരുന്നത് നോക്കി വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാ, നടക്കാം. ഓക്കെ, ദെൻ ഓൾവേസ് ഗോ വിത്ത് ആൻ അഡൽട്ട്. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യുക, ഒരു അഡൽട്ടിന്റെ കൂടെ മാത്രം പോവുക അല്ലെ. ഒറ്റയ്ക്ക് ടൗണിലൊന്നും പോവാറൊന്നും ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാ, ഒരു അഡൽട്ടിന്റെ കൂടെ മാത്രമേ പോവാൻ വേണ്ടി പാടുള്ളൂ. ഹു ഈസ് ആൻ അഡൽട്ട്? മേ ബി യുവർ പാരന്റ് ഓർ യുവർ ബ്രദർ ഓർ യുവർ സിസ്റ്റർ, ആരും ആവാം അല്ലെ. നിങ്ങളുടെ പാരന്റ്സ് ആകാം, ചേട്ടനോ ചേച്ചിയോ ഒക്കെ കൂടെ എന്ത് ചെയ്യുന്നു വിചാരിച്ച് അനിയനെ അനിയത്തിനെ ഒന്നും കൂട്ടി ടൗണിലൊന്നും പോകരുത്. അഡൽട്ടിനെയാണ് കൂട്ടേണ്ടത്. യുവർ ബ്രദർ ഓർ സിസ്റ്റർ, ദാറ്റ് മീൻസ് യുവർ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും. ഓക്കെ, then next one, safety in the school bus. സ്കൂൾ ബസ് ഇനിയിപ്പോ സ്കൂൾ ഓപ്പൺ ആവുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെ, എന്ത്, സ്കൂൾ ബസ്സിൽ ശ്രദ്ധിക്കേണ്ട സേഫ്റ്റി റൂൾസ്. ഓക്കെ, ക്ലിയർ? സ്റ്റാൻഡ് ഇൻ എ ലൈൻ വൈൽ യു വെയിറ്റ് ഫോർ ദ ബസ്. ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ എന്ത് ചെയ്യാ, ലൈനായിട്ട് നിൽക്കുക അല്ലേ, ലൈനായിട്ട് നിൽക്കുക. ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ തിക്കി തിരക്കി ബഹളം ഉണ്ടാക്കാതെ സ്റ്റാൻഡ് ഇൻ എ ലൈൻ വൈൽ യു ആർ വെയിറ്റ് ഫോർ ദ ബസ്. ബസ്സിന് വേണ്ടി നിൽക്കുമ്പോ ലൈനായിട്ട് നിൽക്കുക. ദെൻ സെക്കൻഡ് വൺ, വെയിറ്റ് ഫോർ യുവർ ടേൺ ടു ഗെറ്റ് ഇൻ ടു ദ ബസ്. ബസ്സിൽ കയറാൻ വേണ്ടി ബസ് വരുന്നത് ലൈനായിട്ട് നിന്നിട്ട് ബസ് വരുമ്പോ എല്ലാരും കൂടെ ചാടി അതിന്റെ അകത്തോട്ട് കയറരുത്. എന്ത് ചെയ്യണം, ബസ് വരുന്നത് വരെ ലൈനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബസ്സിൽ കയറാനും നമ്മുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലെ. ഓരോരുത്തരായിട്ട് പതുക്കെ പതുക്കെ മാത്രമേ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പാടുള്ളൂ. The next one, when you want to get off, wait for the bus to stop. നിങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുമ്പോ എന്ത് ചെയ്യാ, ബസ് നിർത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പേ ചാടി ഇറങ്ങരുത്. The next one, do not lean out of the bus window, you may get hurt. എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ബസിന്റെ വിൻഡോസിന്റെ അകത്തുകൂടെ ഒന്നും പുറത്തേക്ക് കൈയിടരുത്, അപകടങ്ങൾ സംഭവിക്കാം. കൈയിടുകയോ എത്തി നോക്കുകയോ ചെയ്യരുത്. ചില ആളുകളൊക്കെ ഉണ്ടല്ലേ, ട്രാവൽ ചെയ്യുമ്പോ എന്താണ്, സ്കൂൾ ബസ് ആയാലും നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള വെഹിക്കിൾ ആയാലും ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അതിനകത്തുനിന്ന് എത്തി നോക്കും, കൈയിടുകയും കാലിടുകയും ഒക്കെ ചെയ്യും. അതൊന്നും ചെയ്യരുതല്ലേ. എന്ത് ചെയ്യാ, നിങ്ങൾക്ക് അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് വണ്ടിയിൽ ഇരിക്കുമ്പോ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇരിക്കാൻ. Then do not throw things out of a moving bus, you may hurt someone. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് സാധനങ്ങളൊന്നും വലിച്ചെറിയരുതല്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് എറിയരുത്. എന്ത് ചെയ്യും, അത് വേറൊരാൾക്ക് അപകടം ഉണ്ടാക്കും അല്ലെ. ചിലപ്പോ നമ്മൾ ഒരു കവറോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കർച്ചീഫോ ടവലോ എന്തെങ്കിലും നമ്മള് ബസ്സിൽ നിന്നോ വണ്ടിയിൽ നിന്നോ വലിച്ചു ചാടുകയാണ് അല്ലെ. ചിലപ്പോ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തിൽ ആളുടെ ദേഹത്തേക്കോ അവരുടെ മുഖത്തേക്കോ ഒക്കെ ആയിരിക്കും അത് വീഴുക, അല്ലെങ്കിൽ പുറത്തെ കൂടെ നടന്നു പോകുന്ന ആരുടെയെങ്കിലും അടുത്തായിരിക്കും. ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ദെൻ പോർഷൻ കഴിഞ്ഞിട്ട് റീഡ് ആൻഡ് ആൻസർ ഉണ്ട്. അതില് സർക്കിൾ ദ കറക്റ്റ് വൺ. എ ആൻഡ് ബി, എ ബി ആക്ടിവിറ്റി എയും ബിയും എന്ത് ചെയ്യാ, ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പോർഷനിൽ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ.
Okay. Then Miss ഇപ്പൊ wind up ചെയ്യാണ് and see you in the next class. Okay, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോർഷൻ നന്നായി വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. സേഫ്റ്റി അറ്റ് ഹോം, സേഫ്റ്റി അറ്റ് പ്ലേ ആൻഡ് സേഫ്റ്റി ഓൺ ദ റോഡ് മൂന്നും നന്നായിട്ട് പഠിക്കും. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ AB ആക്ടിവിറ്റീസ് ചെയ്തിട്ട് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ദെൻ എല്ലാവരും എന്ത് ചെയ്യാം, നാളെ മറ്റന്നാളോ ഒക്കെ ആയിട്ട് കുറെ പേര് വരാൻ പോവാണ്. PTA മീറ്റിങ്ങിനൊക്കെ വരുമായിരിക്കും. മേ ബി കുറെ പേരൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അന്ന് കാണാം അല്ലേ? ഓക്കെ. Then let me wind up. Tata, bye bye. Bye. Bye bye.